നമസ്കാരം. പ്രധാന വാർത്തകൾ. വാണിയംകുളം കോതയൂരിൽ തെരുവുനായ ആക്രമം. 100-ലധികം വളർത്തുകോഴികളെ തെരുവുനായ്ക്കൾ കടിച്ചുകൊന്നു. 4 മാസമായി പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമെന്ന് നാട്ടുകാർ. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയെ സർക്കാർ അവഗണിക്കുന്നത് ഖേദകരമെന്ന് നജീബ് കാന്തപുരം MLA. ആശുപത്രിയുടെ വികസനത്തിന് 106.78 ലക്ഷം രൂപയുടെ മാസ്റ്റർ പ്ലാൻ MLA പ്രകാശനം ചെയ്തു. കുമരമ്പത്തൂർ പഞ്ചായത്ത് ഭരണം ഇനി കോൺഗ്രസിന്. രാജൻ ആമ്പാടത്തിനെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. പ്രസിഡന്റ് മാറ്റം UDF ധാരണാപ്രകാരം. അലനല്ലൂർ കൂമഞ്ചിറ തിരുവിഴാംകുന്ന് റോഡ് നവീകരണത്തിന് 1.5 കോടി രൂപ ബജറ്റ് ഫണ്ടിൽ നിന്നും വകയിരുത്തിയതായി N. ഷംസുദ്ദീൻ MLA. പഞ്ചായത്തിൽ പൂർത്തീകരിച്ച വിവിധ പദ്ധതികൾ MLA ഉദ്ഘാടനം ചെയ്തു. ആനമങ്ങാട് മണലായ ഭാഗങ്ങളിൽ തോട്ടങ്ങളിൽ നിന്ന് അടയ്ക്ക മോഷ്ടിച്ച യുവാക്കൾ അറസ്റ്റിൽ. നാട്ടുകാരായ 3 യുവാക്കളാണ് പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിലായത്. വിശദമായ വാർത്തകൾ നോക്കാം. വാണിയംകുളം കോതയൂരിൽ വളർത്തുകോഴികളെ തെരുവുനായ്ക്കൾ കടിച്ചു കൊന്നു. 4 മാസത്തിനിടെ 100-ലധികം കോഴികളെയാണ് തെരുവുനായ്ക്കൾ പ്രദേശത്ത് കൊന്നൊടുക്കിയത്. കോതയൂർ എടക്കോട് ഭജനമഠത്തിന് സമീപം താമസിക്കുന്ന എരഞ്ഞിക്കൽ ബൽക്കീസിന്റെയും പള്ളിയാലിൽ കാർത്യായനിയുടെയും കുണ്ടുപറമ്പിൽ ഷാജിദയുടെയും വീടുകളിലെ കോഴികളെയാണ് തെരുവുനായ്ക്കൾ കൂട്ടത്തോടെ കടിച്ചു കൊന്നത്. ബൽക്കീസിന് മാത്രം 100-ലധികം കോഴികൾ ഉണ്ടായിരുന്നു. ബൽക്കീസിന്റെ ഏക വരുമാന മാർഗം കൂടിയാണ് ഇതോടെ ഇല്ലാതായത്. നല്ല വിലയുള്ള ഇനം കരിങ്കോഴികളെയും കൊത്തുകോഴികളെയും ഗിനിക്കോഴികളെയുമാണ് ബൽക്കീസ് വീട്ടിൽ വളർത്തിയിരുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ബൽക്കീസിന്റെ വീട്ടിലെ 20 കോഴികളെയും അയൽവാസിയായ പള്ളിയാലിൽ കാർത്യാനിയുടെ വീട്ടിലെ 5 കോഴികളെയുമാണ് കൂട് തകർത്ത് നായ്ക്കൾ കടിച്ചു കൊന്നത്. ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് കോഴികളെ വളർത്തുന്നുണ്ട്. വയറ്റിലേകോൻ ഗിനിക്കോഴി, പിന്നെ കൊത്തുകോഴി, കരിങ്കോഴി, നാടൻ കോഴി, അങ്ങനെ എല്ലാവിധ കോഴികളും വളർത്തുന്നുണ്ട്. ഇപ്പോൾ ഒരു 4 മാസമായിട്ട് ആ കോഴികൾ ഇവിടെ നിറയെ നായ്ക്കളാണ്. ഇവിടെ ഞങ്ങൾ അടുത്തുള്ളൊരു വ്യക്തി അവരുടെയൊക്കെ തീറ്റ കൊടുക്കുന്നുണ്ട്. അത് കാരണം ആ നായ്ക്കളെ ശല്യം കാരണം ഞങ്ങളുടെ വീട്ടിലിപ്പോൾ തുടർച്ചയായിട്ട് നായ്ക്കൾ സകല കോഴികളെയും പൊടിച്ചുകൊണ്ടുപോയി. ലാസ്റ്റ് മിനിഞ്ഞാന്ന് കൂട് പൊളിച്ച് ഫുൾ കോഴികളെയും കൊണ്ടുപോയി. 4 മാസത്തിനുള്ളിൽ എൻ്റെ ഒരു 100-120 കോഴികളോളം ഉണ്ടായിരുന്നു. ഈ 4 മാസത്തിനുള്ളിൽ 100 കോഴികൾ എനിക്ക് നഷ്ടപ്പെട്ടിരിക്കും. ഇപ്പം ഒരു വിരലിൽ എണ്ണാവുന്ന കുറച്ച് കോഴികൾ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അതുപോലെ പള്ളിയാൽ കാർത്തിയാനി, കുണ്ടുപുറമ്പിൽ ഷാജിദ എന്നവരുടെ വീട്ടിലും കോഴികളെ ഇതേ നായ്ക്കൾ പിടിച്ചു പലവിധ നാശനഷ്ടങ്ങളും ഞങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ചെരുപ്പുകൾ, വണ്ടികളുടെ ഷീറ്റുകൾ, തുണികൾ എല്ലാം എടുത്തുകൊണ്ട് പോകും. ഞങ്ങൾക്ക് അതുകൊണ്ട് ഭയങ്കര ശല്യമാണ്. രാത്രി കാലങ്ങളിൽ ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റണില്ല. ഒരു കരിങ്കോഴിക്ക് 1500 മുതൽ 2000 രൂപ വരെയാണ് വില വരുന്നത്. 4 മാസത്തിനിടെ 100-ലധികം കോഴികളെ നായ്ക്കൾ കടിച്ചു കൊന്നതായി പ്രദേശവാസികൾ പറഞ്ഞു. ചത്ത കോഴികൾക്ക് 70,000 രൂപയോളം വില വരുമെന്നും ഉടമകൾ പറഞ്ഞു. കഴിഞ്ഞ 4 മാസമായി ഇവിടെ തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമാണ്. വാഹനങ്ങളുടെ ഷീറ്റുകൾ കടിച്ചുകീറിയും ചെരുപ്പുകളും തുണികളും വലിച്ചു കൊണ്ടുപോയും തെരുവ് നായ്ക്കൾ പ്രദേശവാസികളുടെ സ്വൈരജീവിതത്തിന് ഭീഷണിയാവുകയാണ്. പ്രശ്നത്തിൽ ഇടപെട്ട് ശാശ്വത പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ ഒപ്പുവെച്ച നിവേദനം വാണിയംകുളം പഞ്ചായത്ത് സെക്രട്ടറിക്കും ഷൊർണൂർ പോലീസിലും നൽകിയിട്ടുണ്ട്. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയുടെ വികസനത്തിന് 106.78 ലക്ഷം രൂപയുടെ മാസ്റ്റർ പ്ലാൻ. പുതിയ മാസ്റ്റർ പ്ലാൻ കഴിഞ്ഞ ദിവസം പ്രകാശനം ചെയ്തു. ആശുപത്രിയിൽ ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കിയ വിവിധ പദ്ധതികളും ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയുടെ വികസനത്തിനു വേണ്ടി തയ്യാറാക്കിയ സമഗ്ര മാസ്റ്റർ പ്ലാൻ നജീബ് കാന്തപുരം MLA പ്രകാശനം ചെയ്തു. ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ C. ബിന്ദുവിന് മാസ്റ്റർ പ്ലാൻ നൽകിയാണ് MLA പ്രകാശനം നിർവഹിച്ചത്. ജില്ലാ ആശുപത്രിയുടെ സമഗ്രമായ വികസനം ലക്ഷ്യമാക്കി 106.78 ലക്ഷം രൂപ കണക്കാക്കിയ ബൃഹത്തായ പദ്ധതിക്കാണ് രൂപം നൽകിയിട്ടുള്ളത്. 1.86 കോടി രൂപ ചെലവഴിച്ച ജില്ലാ പഞ്ചായത്ത് പൂർത്തീകരിച്ച പദ്ധതികളും ഉദ്ഘാടനം ചെയ്തു. നവീകരിച്ച ഓഫീസ്, ഫാർമസി സ്റ്റോർ, പ്രധാന ബ്ലോക്കിലെ ലിഫ്റ്റ് എന്നിവയുടെ ഉദ്ഘാടനമാണ് നടന്നത്. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ തീർച്ചയായും വേണ്ട കാര്യങ്ങൾ സർക്കാരിൽ നിന്നും ലഭിക്കാതെ പോകുന്നത് ഖേദകരമാണെന്ന് നജീബ് കാന്തപുരം MLA ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ജനപ്രതിനിധികൾ എന്ന നിലയിൽ കൂട്ടുത്തരവാദിത്വത്തോടെ വളരെ വലിയ ഉത്സാഹം ഇക്കാര്യങ്ങളിലെല്ലാം കാണിച്ചിട്ടുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കേണ്ട അനിവാര്യമായ ചില കാര്യങ്ങൾ ലഭ്യമാകാതെ പോകുന്നു എന്നത് ദുഃഖത്തോടെ അറിയിക്കാതെ നിവൃത്തിയില്ല. അതിലൊരു കാര്യം, ഈ ഹോസ്പിറ്റലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജീവനക്കാരാണ്. ഭൗതിക സാഹചര്യം ഉണ്ടാക്കാൻ മാത്രമേ ജില്ലാ പഞ്ചായത്തിന് സാധിക്കുകയുള്ളൂ. ജില്ലാ പഞ്ചായത്തിന് സാധിക്കുന്നതിനപ്പുറം ഒരു ചുവട് മുന്നിൽ നടന്നുകൊണ്ടാണ് ജില്ലാ പഞ്ചായത്ത് അതിൻ്റെ
കാര്യങ്ങൾ ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ നസീബ അസീസ്, അംഗങ്ങളായ TP ഹാരിസ് ഷെഹർബാൻ, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് PTS മൂസു, നഗരസഭാ കൗൺസിലർ ഉസൈന നാസർ, HMC അംഗങ്ങളായ കുറ്റീരി മാനുപ്പ, ഡോക്ടർ അബൂബക്കർ തയ്യിൽ, AK നാസർ, അരഞ്ഞിക്കൽ ആനന്ദൻ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ C ബിന്ദു, RMO ഡോക്ടർ അബ്ദുൾ റസാഖ്, ഡോക്ടർ നിലാർ മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി കോൺഗ്രസിലെ രാജൻ ആമ്പാടത്ത് തെരഞ്ഞെടുക്കപ്പെട്ടു. മുന്നണി ധാരണപ്രകാരം മുസ്ലിം ലീഗിലെ KK ലക്ഷ്മിക്കുട്ടി രാജിവെച്ചതിനെ തുടർന്നാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത്. 18 അംഗം ഭരണസമിതിയിൽ രാജൻ ആമ്പാടത്തിന് 10 വോട്ടും CPIയിലെ K അജിത്തിന് 7 വോട്ടും ലഭിച്ചു. മുസ്ലിം ലീഗിലെ ഷെരീഫിന് യോഗത്തിൽ പങ്കെടുക്കാനായില്ല. മുസ്ലിം ലീഗിന് 3 വർഷവും കോൺഗ്രസിന് 2 വർഷവും പ്രസിഡന്റ് പദവിയെന്ന UDF ധാരണ പ്രകാരമാണ് പദവി മാറ്റം നടന്നത്. വരണാധികാരി സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ KG സാബു തിരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു. തുടർന്ന് നടന്ന അനുമോദന യോഗത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പങ്കെടുത്തു. അരനല്ലൂർ കൂമഞ്ചിറ പൂക്കോടൻകുളമ്പ് റോഡിന്റെയും വാർഡിലെ മറ്റ് വിവിധ പദ്ധതികളുടെയും ഉദ്ഘാടനം N ഷംസുദ്ദീൻ MLA നിർവഹിച്ചു. അരനല്ലൂർ കൂമഞ്ചിറ തിരുവിഴാംകുന്ന് റോഡ് നവീകരണത്തിന് 1.5 കോടി രൂപ ബജറ്റ് ഫണ്ടിൽ നിന്നും വകയിരുത്തിയതായി MLA അറിയിച്ചു. MLAയുടെ വെള്ളപ്പൊക്കം ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് 20 ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് 8.75 ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് കൂമഞ്ചിറ പൂക്കോടൻകുളമ്പ് റോഡ് ടാർ ചെയ്ത് നവീകരിച്ചത്. N ഷംസുദ്ദീൻ MLA റോഡ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സജന സത്താർ അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് തുക ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച കൂമഞ്ചിറ കിഴക്കേത്തല ശിഹാബ് തങ്ങൾ റോഡ്, കൂമഞ്ചിറ അങ്കണവാടി കൊന്നാരം റോഡ്, കൂമഞ്ചിറ പൂക്കോടൻകുളമ്പ് ശിഹാബ് തങ്ങൾ കൊന്നാരം ബൈപ്പാസ് റോഡ്, പൂക്കോടൻകുളമ്പ് പഞ്ചായത്ത് കോളനി റോഡ്, കൂമഞ്ചിറ അങ്കണവാടി മേൽക്കൂര, പൂക്കോടൻകുളമ്പ് ശുദ്ധജല പദ്ധതി, കൂമഞ്ചിറ കമ്പനിപ്പടി റോഡ് എന്നിവയുടെ ഉദ്ഘാടനവും MLA ചടങ്ങിൽ നിർവഹിച്ചു. അലനല്ലൂർ കൂമഞ്ചിറ തിരുവിഴാംകുന്ന് റോഡ് നവീകരണത്തിന് 1.5 കോടി രൂപ ബജറ്റ് ഫണ്ടിൽ നിന്നും വകയിരുത്തിയതായി MLA പറഞ്ഞു. അലനല്ലൂർ ചന്തപ്പടിയിൽ നിന്ന് ഈ റോഡ് ഇങ്ങനെ നിങ്ങളുടെ ഈ മുന്നിലൂടെ കടന്നു പോകുന്ന ഈ റോഡിന് 1.5 കോടി രൂപ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കടലാസ് പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈകാതെ തന്നെ അത് ടെൻഡർ സ്റ്റേജിലേക്ക് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ ബഡ്ജറ്റ് വിഹിതം പോലും ഗ്രാമീണ റോഡുകളുടെ മോചനത്തിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷ V പ്രീത മുഖ്യാതിഥിയായി. ഉപാധ്യക്ഷൻ ബഷീർ തെക്കൻ, ഗ്രാമപഞ്ചായത്ത് ഉപാധ്യക്ഷൻ ആയിഷ B ആറാട്ടുതൊടി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മണികണ്ഠൻ വടശ്ശേരി, പഞ്ചായത്ത് അംഗങ്ങളായ MK ബക്കർ, K ഹംസ, P മുസ്തഫ, പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ റഷീദ് ആലായൻ, K വേണുഗോപാൽ, യൂസഫ് പാക്കത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് AE റഷീദ് തുടങ്ങിയവർ പങ്കെടുത്തു. 2024-25 വാർഷിക പദ്ധതിയുടെ കരട് പദ്ധതികൾ ചർച്ച ചെയ്യുന്നതിനും നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനുമായി ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമസഭ ചേർന്നു. മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പാലോടി മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർക്ക് പുറമെ ബ്ലോക്ക് പരിധിയിലെ 6 ഗ്രാമപഞ്ചായത്തുകളിലെ അധ്യക്ഷന്മാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ എന്നിവർ ഗ്രാമസഭയിൽ പങ്കെടുത്തു. പക്ഷേ ആ പദ്ധതി ആ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് വേണ്ടി അവരുടെ വീടുകളിലും റോഡുകളും വീടുകളില്ലാത്തവരുടെ പ്രശ്നം ഇങ്ങനെയുള്ള 100 കൂട്ടം അതത് പ്രദേശത്തുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന ജീവിത പ്രശ്നങ്ങളാണ്. അതിനെ സംബന്ധിച്ച് പദ്ധതികൾ സംബന്ധിച്ച് അവർക്ക് ചില അഭിപ്രായങ്ങൾ സ്വാഭാവികമായിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ C രാജിക, K ജയലക്ഷ്മി, P ജയശ്രീ, K പ്രേമലത, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് M സെയ്ദ് അലി, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ P സുബ്രഹ്മണ്യൻ, VK രാധിക, സുമിത, ബ്ലോക്ക് പഞ്ചായത്ത് ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ P അരവിന്ദാക്ഷൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം V പ്രജീഷ് കുമാർ, സെക്രട്ടറി G വരുൺ എന്നിവർ സംസാരിച്ചു. ജനറൽ വിഭാഗത്തിൽ 2.39 കോടി, CFC ഗ്രാന്റ് 98.9 ലക്ഷം, പട്ടികജാതി വിഭാഗം 1.8 കോടി, പട്ടികവർഗ വിഭാഗം
1.91 ലക്ഷം എന്നിങ്ങനെ സംസ്ഥാന പദ്ധതി വിഹിതം ഉൾപ്പെടുത്തിയാണ് വിവിധ പദ്ധതികൾ തയ്യാറാക്കുന്നത്. ആനമങ്ങാട് മണലായ ഭാഗങ്ങളിൽ അടയ്ക്കാത്തോട്ടത്തിൽ നിന്നും അടയ്ക്ക മോഷണം നടത്തിയ 3 യുവാക്കളെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. നാട്ടുകാരായ ശ്രീജിത്ത്, സുനിൽ, അർജുൻ എന്നിവരാണ് അറസ്റ്റിലായത്. ആനമങ്ങാട് മണലായയിൽ ശിവദാസൻ എന്ന കർഷകന്റെ വിളവിന് പാകമായ 20 കിലോയോളം വരുന്ന അടയ്ക്കയാണ് മൂവർ സംഘം മോഷ്ടിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ഈ കേസിൽ നാട്ടുകാരായ കണ്ടഞ്ചിറ ശ്രീജിത്ത്, സുനിൽ, അർജുൻ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ASI സലാം നെല്ലായ, SCPO ജയമണി, CPO സൽമാൻ പള്ളിയാൽ തൊടി എന്നിവർ അടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പ്രതികളെ പെരിന്തൽമണ്ണ കോർട്ടിൽ ഹാജരാക്കി. ഇടവേള. വാർത്തകൾ തുടരുന്നു. അതിമനോഹരമായ പല പെയിൻറ്റിങ്ങുകളും നമ്മളെ ആകർഷിച്ചിട്ടുണ്ട്. എന്നാൽ ഏറെ വ്യത്യസ്തമായി വഴിയരികിൽ ആൽമരത്തിൽ തീർത്ത ഒരു സ്ത്രീ ചിത്രമാണ് ഇപ്പോൾ ആളുകളുടെ ശ്രദ്ധയാകർഷിക്കുന്നത്. ചെർപ്പളശ്ശേരി ഒറ്റപ്പാലം റോഡിൽ തൃക്കടീരി PTM സ്കൂളിന് മുന്നിലാണ് ഈ കൗതുക കാഴ്ച. വഴിയരികിലെ ഈ ആൽമരത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട് ഒരു സ്ത്രീരൂപം. സ്ത്രീയുടെ സൗന്ദര്യവും സ്നേഹവും സഹനവും സമർപ്പണവും സംഘർഷവും ഭയവും വിഹ്വലതകളുമെല്ലാം വർണ്ണഛായങ്ങളായി മറഞ്ഞിരിക്കുന്നു ഈ ആൽമരച്ചാരിൽ. ഏതാനും നാൾ മുമ്പ് വരെ ആരും തിരിഞ്ഞു നോക്കാതെ ചപ്പുചവറുകൾ നിറഞ്ഞുകിടന്നിരുന്ന സ്ഥലമായിരുന്നു ഇത്. എന്നാൽ ഇപ്പോൾ ആളുകളുടെ ശ്രദ്ധാകേന്ദ്രമാണ് ഈ ആലും പരിസരവും. തൃക്കടീരി PTM ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികളുടെ സപ്തദിന ക്യാമ്പയിൻ്റെ ഭാഗമായാണ് വഴിയരികിൽ ഇങ്ങനെയൊരു ഇടം ഒരുങ്ങിയത്. സ്നേഹാരാമം എന്ന പേരിലാണ് വഴിയരികിലെ ഈ സ്ഥലം മനോഹരമാക്കി മാറ്റിയെടുത്തത്. വിദ്യാർത്ഥികൾക്കൊപ്പം തൃക്കടീരി പഞ്ചായത്ത് ഹരിതകർമ്മസേന കോർഡിനേറ്റർ ആദിത്യനും ആർട്ടിസ്റ്റും ബിരുദധാരിയുമായ യദുകൃഷ്ണനും ചേർന്നപ്പോൾ മനസ്സിലുയർന്ന ആശയം മിഴിവാർന്ന കാഴ്ചയായി മാറി. ആയിരത്തോളം പ്ലാസ്റ്റിക് കുപ്പികളിൽ മണ്ണ് നിറച്ചുണ്ടാക്കിയ തറയും പഴയ ടയറും കയറും ഉപയോഗിച്ചുള്ള ഇരിപ്പിടവും ഊഞ്ഞാലുമെല്ലാം ഇവിടെയൊരു ആരാമ പ്രതീതിയുണ്ടാക്കുന്നു. കൂട്ടായ പരിശ്രമമാണ് ഈ മനോഹര കാഴ്ചയ്ക്ക് പിന്നിലെന്ന് നേതൃത്വം നൽകിയ ആദിത്യൻ പറയുന്നു. ഒരു വൃത്തിഹീനമായി കിടക്കുന്ന ഒരു സ്ഥലം വൃത്തിയാക്കി മനോഹരമാക്കി പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാവുന്ന രീതിയിലാക്കി മാറ്റുക എന്നതാണ് ഈ ഒരു സ്നേഹാരമം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. അത് കൃത്യമായി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഈ പഞ്ചായത്തിനകത്തുള്ള സ്കൂളിലുള്ള മറ്റെല്ലാ വ്യക്തികളുടെയും നാട്ടുകാരുടെയും എല്ലാവരുടെയും നല്ല സഹകരണം പൂർണ്ണ പിന്തുണയും നമുക്ക് നല്ല രീതിയിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു. NSS വിദ്യാർത്ഥികളുടെ ഏകദേശം ഒരു 7 ദിവസത്തെ ക്യാമ്പാണെങ്കിൽ കൂടി ആ ക്യാമ്പിന് മുൻപും ആ ക്യാമ്പിന് ശേഷവും ഈ കുട്ടികൾ അതിനുവേണ്ടി നല്ല രീതിയിൽ പ്രയത്നിച്ചിട്ടുണ്ട്. ആൽമരത്തിലെ ഈ സ്ത്രീരൂപത്തിന് പിന്നിലും അർത്ഥതലങ്ങളുണ്ടെന്ന് ആർട്ടിസ്റ്റ് യദുകൃഷ്ണൻ. നമ്മൾ ഈ ചിത്രം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു സ്ത്രീയുടെ നമ്മൾ ഫസ്റ്റ് ലുക്കിൽ അല്ലെങ്കിൽ എന്താ പറയുക പുറമേ നിന്ന് ആളുകൾ നോക്കുമ്പോൾ അവരെങ്ങനെയാണ്, അതും അവരുടെ ഉള്ളിൽ എന്തൊക്കെയാണ് അവർ അനുഭവിക്കുന്നത്, നമ്മൾ ഒറ്റ നോട്ടത്തിൽ സ്ത്രീകൾ എന്നുകൊണ്ട് ഉദ്ദേശിച്ച് നമ്മൾ കാണുന്നതും അവരനുഭവിക്കുന്നത് അവർ സ്വന്തമായിട്ട് പുറത്താരും അറിയാതെ അനുഭവിക്കുന്ന കാര്യങ്ങളെ ഒരു തീമാക്കിക്കൊണ്ടിട്ടാണ് ഈ ചിത്രം വരഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ഇടത് സൈഡ് നോക്കിയാൽ നിങ്ങൾക്കറിയാം ഫുള്ള് കളർഫുള്ളായിട്ട് ആ സ്ത്രീയുടെ ഫ്രണ്ടിൽ നിന്നുള്ള പോസിൽ ഒരുപാട് കളറുകളോട് കൂടിയിട്ടുള്ള ഒരു ഭാഗമാണ് ഉള്ളത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരിട്ട് കാണുമ്പോൾ വളരെ ഭംഗിയോടും അതുപോലെ ഒരുപാട് എന്താ പറയുക കൂടുതൽ ഭംഗിയോടുകൂടി അവരെ
കാണാം. പക്ഷേ അവരെ ഉള്ളിൽ നടക്കുന്ന ഓരോ പ്രശ്നങ്ങളും, അതുപോലെ സമൂഹത്തിൽ അവരെ നിയന്ത്രണങ്ങളും, അതുപോലെ അവരെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളും നമ്മളാരും കാണാതെ പോലെ കൂടുതലാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ഇന്നറായിട്ടുള്ള സൈഡ്, അതായത് ആ സ്ത്രീക്ക് ബാക്കിലോട്ട് ബ്ലാക്കോട് മിക്സായിട്ട് ബ്ലാക്ക് ആ കളറുകളോട് മിക്സായിട്ട് അതിൽ വന്നിട്ടുണ്ട്. സ്നേഹാരാമത്തിൻ്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച തൃക്കടിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AP ലതിക നിർവഹിച്ചു. നമ്മുടെ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. കേരള സർക്കാർ ഈ വർഷം നമ്മൾ സപ്തദിന ക്യാമ്പിൽ NSSന്റെ സപ്തദിന ക്യാമ്പിൽ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ പറയുന്ന സ്നേഹാരംഭം പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. നമ്മൾ അങ്ങനെ ഒരു പദ്ധതി ഒരു ലെറ്റർ വന്നപ്പോൾ തന്നെ നമുക്ക് അതിനുള്ളൊരു സ്ഥലം, നമ്മളെവിടെയാണ് ഒരു അതിനുള്ളൊരു സ്പോട്ട് കണ്ടെത്തുക എന്നുള്ളത് 2-3 സ്പോട്ടുകൾ പഞ്ചായത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അതിൻ്റെ ഒരു ബ്യൂട്ടിഫിക്കേഷനിലേക്ക് മാറുമ്പോൾ അത് ആളുകൾക്ക് ശ്രദ്ധയാകർഷിക്കുന്ന രീതിയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അത് ആദ്യം തന്നെയാണ് ഇങ്ങനൊരു സ്പോട്ട് നമുക്ക് ഈ ഒരു ആലിനെ അത് മനോഹരമാക്കിയെടുക്കാം ഇതിൻ്റെ ചുറ്റും എന്നുള്ളൊരു നിർദ്ദേശം വെച്ചത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയലക്ഷ്മി അധ്യക്ഷയായി. വാർഡ് മെമ്പർ ഉണ്ണികൃഷ്ണൻ, സ്കൂൾ പ്രിൻസിപ്പൽ മുഹമ്മദ് അഷ്റഫ്, PTA പ്രസിഡന്റ് ഹംസ മുഹമ്മദ്, ബക്കർ, അഫ്സർ ബാബു, ആദിത്യൻ, പ്രോഗ്രാം ഓഫീസർ M റമീന, MK മുബഷീർ എന്നിവർ പങ്കെടുത്തു. സാക്ഷാമ ഒറ്റപ്പാലം താലൂക്ക് സമിതിയും വാണിയംകുളം ഹെലൻ കെല്ലർ ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായി ലൂയി ബ്രെയിൻ ദിനാചരണം സംഘടിപ്പിച്ചു. PK ദാസ് ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ P കൃഷ്ണദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. സമദൃഷ്ടി ക്ഷമതാ വികാസ് മണ്ഡൽ ഒറ്റപ്പാലം താലൂക്ക് സമിതിയും വാണിയംകുളം ഹെലൻ കെല്ലർ ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായാണ് ലൂയി ബ്രെയിൽ ദിനാചരണം സംഘടിപ്പിച്ചത്. ഹെലൻ കെല്ലർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നടന്ന പരിപാടി PK ദാസ് ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ P കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിൽ നാം കടന്നു പോകുന്ന ഒരുപാട് വഴികളിലൂടെ യാത്രയിൽ നാം നേരിടുന്ന ഒരുപാട് അവസ്ഥകൾ, അതെല്ലാം തരണം ചെയ്ത് നമ്മുടെ മുന്നിൽ ഏത് വെല്ലുവിളികളെയും വളരെ നിഷ്പ്രയാസം നേരിട്ട് ജീവിതം വിജയത്തിലേക്ക് നയിക്കുന്ന മനക്കരുത്തുള്ള ഒരു കൂട്ടം ആളുകളുടെ ഇടമാണ് ഈ ഹെലൻ കെല്ലർ. തീർച്ചയായും ഇവിടെ വരുവാനും നിങ്ങളെ കാണുവാനും ശ്രീ രാമകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ഈ അതിവിപുലമായ ഈ സജ്ജീകരണങ്ങളുടെ ഭാഗമാകാനും കഴിയുന്നത് ഞാൻ ആദ്യമായി ഇതിൻ്റെ അധികാരികളോടും പ്രത്യേകിച്ച് സക്ഷ്മയുടെ ഭാഗമായിട്ടുള്ള നന്ദി അറിയിക്കും. ഞാൻ വളരെ ദീർഘിച്ച് സംസാരിക്കുന്നില്ല. ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവാൻ കഴിയുന്നതന്നെ ജീവിതത്തിൽ ധന്യമായ ഒരു അസുലഭമായ അവസരവും അത് ദൈവം തന്ന വലിയൊരു അവസരമായിട്ടാണ് ഞാൻ കരുതുന്നത്. സക്ഷമ ഒറ്റപ്പാലം താലൂക്ക് പ്രസിഡന്റ് CK ജയരാജൻ അധ്യക്ഷനായി. ഹെലൻ കെല്ലർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ആൻഡ് ഇൻഫർമേഷൻ ഓഫീസർ K രാമകൃഷ്ണൻ ദിനാചരണ സന്ദേശം നൽകി. ജില്ലാ സെക്രട്ടറി പ്രകാശ് കുർമപള്ളി, സക്ഷമ സംസ്ഥാന സംഘടനാ സെക്രട്ടറി VV പ്രദീപ് കുമാർ തുടങ്ങിയവരും സംസാരിച്ചു. പട്ടാമ്പി ബ്ലോക്കിൽ ജൻസുരക്ഷാ പദ്ധതികൾ പൂർത്തിയാക്കാൻ പ്രചാരണം ശക്തമാക്കാൻ നടപടികൾ തുടങ്ങി. ഇതിന്റെ ഭാഗമായി ബോധവൽക്കരണ പരിപാടികൾ നടത്തുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പാലക്കാട് ജില്ലയിലെ എല്ലാ വീടുകളിലും കുറഞ്ഞത് ഒരു അംഗത്തിനെങ്കിലും സാമൂഹ്യ സുരക്ഷാ പദ്ധതി എത്തിച്ച് സുരക്ഷിതമായ ഒരു സമൂഹം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ 2023 മാർച്ച് മാസത്തിൽ ആരംഭിച്ച ഒപ്പം 2023-24 എന്ന പദ്ധതി അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുകയാണെന്ന് അധികൃതർ വ്യക്തമാക്കി. ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ മിഷൻ, ഭാരതീയ റിസർവ് ബാങ്ക്, നബാർഡ്, വിവിധ ബാങ്കുകൾ എന്നിവ ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. പട്ടാമ്പി ബ്ലോക്കിൽ ഇനിയും കുടുംബങ്ങൾ അംഗമാകാനുണ്ടെന്നും ഇതിൻ്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ കുടുംബശ്രീയിലെ പരിശീലനം ലഭിച്ച സന്നദ്ധ സേവകർ വീടുകൾ സന്ദർശിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും അപേക്ഷാ ഫോമുകൾ നൽകുകയും ചെയ്യുമെന്നും അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ പരിപാടിക്ക് ചുക്കാൻ പിടിക്കുന്നത് വിവിധ ബാങ്കുകൾ, ഏറ്റവും പ്രധാനമായിട്ട് കുടുംബശ്രീ ജില്ലാ മിഷൻ, കുടുംബശ്രീയുടെ സന്നദ്ധ പ്രവർത്തകർ, ജില്ലാ ഭരണകൂടം, ഭാരതീയ റിസർവ് ബാങ്ക്, നബാർഡ്, സാമ്പത്തിക സാക്ഷരതാ കേന്ദ്രങ്ങൾ തുടങ്ങിയവയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് പല ഗ്രാമപഞ്ചായത്തുകളിലും ആദ്യത്തെ പടി എന്നുള്ള രീതിയിൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. ക്യാമ്പുകൾ സംഘടിപ്പിച്ചതിന് ശേഷം ഫോമുകൾ സോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതിനുശേഷം നമ്മളൊരു ഡോർ ടു ഡോർ ക്യാമ്പയിൻ എന്നുള്ള രീതിയിൽ നമ്മൾ പല സ്ഥലങ്ങളിലും നടത്തി. തൊഴിലുറപ്പ് പദ്ധതികൾ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പല ഡിപ്പാർട്ട്മെൻറ്റുകൾ വഴി നമ്മളിങ്ങനെ നടത്തി.
ഇപ്പോൾ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് വളരെ വലിയൊരു മുന്നേറ്റം നമുക്ക് പാലക്കാട് ജില്ലയിൽ ഉണ്ടാവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞിരുന്നാൽ പാലക്കാട് ജില്ലയിൽ 88 ഗ്രാമപഞ്ചായത്ത് 7 മുനിസിപ്പാലിറ്റികളുമാണ് നമുക്കുള്ളത്. അതിൽ 7 നഗരസഭകളിലും നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യം കൈവരിച്ചു കഴിഞ്ഞു. ലക്ഷ്യം ഇതായിരുന്നു, പാലക്കാട് ജില്ലയിലുള്ള എല്ലാ വീടുകളിലും ഏതെങ്കിലും ഒരു പോളിസിയെങ്കിലും എടുപ്പിക്കുക എന്നുള്ളതായിരുന്നു. സബ്സിഡൈസ് നിരക്കിലുള്ള ഇൻഷുറൻസ് പോളിസികളാണ് ഏതെങ്കിലും ഒരു വീട്ടിലെങ്കിലും എടുക്കണമെന്നുള്ള ഒരു വീട്ടിൽ ഒരു പോളിസിയെങ്കിലും എടുക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഉദ്ദേശം. അത് 7 നഗരസഭകളിലും നമ്മൾ ലക്ഷ്യം കൈവരിച്ചു. ഇനി 31 ഗ്രാമപഞ്ചായത്ത് നമുക്ക് മിച്ചമുണ്ട്. ഈ 31 ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ ഇനി അവശേഷിക്കുന്ന പട്ടാമ്പിയിലാണ്. അപ്പോൾ പട്ടാമ്പി കേന്ദ്രീകരിച്ചിട്ട് നമ്മളൊരു പ്രത്യേക ഒരു പ്രചാരണ പരിപാടി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നമ്മൾ ആരംഭിക്കുകയാണ്. അപകടം മൂലമുള്ള ഗുരുതര അംഗഭംഗമോ മരണമോ സംഭവിച്ചാൽ നഷ്ടപരിഹാരം നൽകുന്ന ഇൻഷുറൻസ് പദ്ധതിയാണ് PM സുരക്ഷാ ബീമ യോജന. പ്രതിവർഷം 20 രൂപ നൽകിക്കൊണ്ട് ഈ പദ്ധതിയിൽ അംഗമാകാം. അപകടമരണം സംഭവിച്ചാൽ 2 ലക്ഷം രൂപയും അപകടം വഴി ഗുരുതര അംഗഭംഗം സംഭവിച്ചാൽ 1 ലക്ഷം മുതൽ 2 ലക്ഷം രൂപ വരെയും നഷ്ടപരിഹാരമായി ലഭിക്കുന്നു. 18 മുതൽ 70 വയസ്സ് വരെയുള്ളവർക്ക് ഇതിൽ അംഗമാകാം. വാർത്താ സമ്മേളനത്തിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ KK ചന്ദ്രദാസൻ, ജില്ലാ ലീഡ് ബാങ്ക് കാര്യാലയം ഡിവിഷണൽ മാനേജർ RP ശ്രീനാഥ്, പട്ടാമ്പി ബ്ലോക്ക് തല ബാങ്കേഴ്സ് സമിതി കൺവീനർ സുനിൽ എന്നിവർ പങ്കെടുത്തു. പണം നേരിട്ട് കൊടുക്കണ്ട, 20 രൂപ അക്കൗണ്ടിലുണ്ടെങ്കിൽ നമ്മളൊരു ഫോം നൽകും. ഫോം അത് പത്രത്തിൽ വെച്ച് കൊടുക്കാനുള്ളതാണ്. എല്ലാ CDSലും പരമാവധി ജനങ്ങളുടെ അടുത്ത് ഈ ഫോം എത്തിയിട്ടുണ്ട്. കുടുംബശ്രീ മുഖേനയും തൊഴിലുറപ്പ് മുഖേനയൊക്കെ എത്തിച്ചിട്ടുണ്ട്, ബാങ്ക് മുഖേന എത്തിച്ചിട്ടുണ്ട്. ഈ ഫോം ഫില്ല് ചെയ്ത് അക്കൗണ്ട് നമ്പറിൽ ഡീറ്റെയിൽസും കൊടുത്ത് അക്കൗണ്ടിൽ 20 രൂപ ഉണ്ടായാൽ മതി. അത് മിനിമം ബാലൻസ് 1000 രൂപയാണെങ്കിൽ 1020 ഉണ്ടെങ്കിൽ ഇതിന്ന് 20 പോയിക്കോളും. മിനിമം ബാലൻസ് ഇല്ല, 0 ബാലൻസ് അക്കൗണ്ട് ആണെങ്കിൽ 20 രൂപ അതിൽ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആപ്ലിക്കേഷൻ ചെല്ലുന്നതോടുകൂടി ബാങ്കിൽ നിന്ന് അക്കൗണ്ടിലേക്ക് പോകുന്നു. ആ സമയത്ത് തന്നെ ഇൻഷുറൻസിൻ്റെ പരിരക്ഷ ലഭിക്കുന്നു. 2 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരമായിട്ട് ലഭിക്കുന്നത്. ഡെത്തോ അതല്ലെങ്കിൽ കാര്യമായിട്ടുള്ള അപകടങ്ങളുണ്ടായാൽ. മണ്ണാർക്കാട് നഗരസഭയിൽ അടുക്കള മുറ്റത്ത് കോഴി വളർത്തൽ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ നിർവഹിച്ചു. 2023-2024 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 12 ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. 5 കോഴികൾ വീതം 2000 ഗുണഭോക്താക്കൾക്കാണ് ഈ വർഷം വിതരണം ചെയ്യുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ K പ്രസീത അധ്യക്ഷയായി. വികസന സ്ഥിരസമിതി അധ്യക്ഷരായ K ബാലകൃഷ്ണൻ, മാസിദ സത്താർ, വത്സലകുമാരി, കൗൺസിലർമാരായ EK യൂസഫ് ഹാജി, മുജീബ് ചോലത്ത്, അരുൺകുമാർ പാലക്കുറിശി, TR സെബാസ്റ്റ്യൻ, K മൻസൂർ, രാധാകൃഷ്ണൻ, സുഹറ, ഉഷ, സിന്ധു, സൗദാമിനി, ഹസീന, കമലാക്ഷി, ഡോക്ടർ രേവതി എന്നിവർ സംസാരിച്ചു. ചെറുപ്പശ്ശേരി നഗരസഭയും CCST കോളേജും GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന തൊഴിൽമേള ശനിയാഴ്ച നടക്കും. ഇന്ത്യയിലെ പ്രമുഖ കമ്പനികൾ തൊഴിൽമേളയിൽ പങ്കെടുക്കുമെന്നും 1000-ഓളം അവസരങ്ങളാണ് ഒരുക്കിയിരിക്കുന്നതെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജനുവരി 6 ശനിയാഴ്ച കാറൽമണ്ണ CCST കോളേജിൽ വെച്ചാണ് തൊഴിൽമേള സംഘടിപ്പിച്ചിട്ടുള്ളത്. സൗജന്യമായി ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽമേളയിൽ പങ്കെടുക്കാം. മീഡിയ, IT, ബാങ്കിംഗ്, എഡ്യൂക്കേഷൻ, ഇൻഷുറൻസ്, അക്കൗണ്ടിംഗ്, ബില്ലിംഗ്, സെയിൽസ് ആൻഡ് മാനേജ്മെൻറ്റ് തുടങ്ങിയ മേഖലകളിലെ 25ലധികം കമ്പനികളിലേക്കായി 1000-ലധികം അവസരങ്ങളാണ് തൊഴിൽമേളയിൽ ഒരുക്കിയിട്ടുള്ളത്. +2 മുതൽ ഉന്നത വിദ്യാഭ്യാസമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽമേളയിൽ പങ്കെടുക്കാമെന്നും ഇതിനായി ഓൺലൈനായോ CCST കോളേജ്, ചെറുപ്പശ്ശേരി, GTech എന്നീ സ്ഥാപനങ്ങളിലൂടെ നേരിട്ടോ അപേക്ഷിക്കാവുന്നതാണെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഒരു ഉദ്യോഗാർത്ഥികൾക്ക് പരമാവധി 4 കമ്പനികളുടെ ഇൻ്റർവ്യൂകളിലാണ് പങ്കെടുക്കാൻ സാധിക്കുക. ഇതിനായി 2 കോപ്പി പാസ്പോർട്ട് സൈസ് ഫോട്ടോ, 5 കോപ്പി ബയോഡാറ്റ, അനുബന്ധ സർട്ടിഫിക്കറ്റുകൾ എന്നിവയും ഹാജരാക്കണമെന്ന് സംഘാടകർ പറഞ്ഞു. +2 മുകളിൽ യോഗ്യതയുള്ള ഉന്നത വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് ഇന്ത്യയിലെയും ഉള്ള വിവിധ കമ്പനികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന തൊഴിൽമേളയിൽ സൗജന്യമായി പങ്കെടുക്കുന്നതിനുള്ള സൗകര്യമാണ് കാറൽമണ്ണയിൽ ഒരുക്കിയിട്ടുള്ളത്. ഈ തൊഴിൽമേള അഭ്യസ്തവിദ്യരായ ആളുകൾക്ക് പരമാവധി പ്രയോജനപ്പെടുത്തണം എന്നാണ് പറയാനുള്ളത്. രാവിലെ 9 മണി മുതൽ 6 മണി വരെയാണ് തൊഴിൽമേള നടക്കുക. 2 രീതിയിൽ നമുക്ക് തൊഴിൽമേളയിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളുകൾക്കുള്ള ലിങ്ക് ഞാൻ ഈ ഒരു പത്രക്കുറിപ്പിൽ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പം ആ ലിങ്ക് വഴി നമുക്ക് തൊഴിൽമേളയിൽ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യാം. അതേപോലെ തന്നെ തൊഴിൽമേള നടക്കുന്ന ദിവസം നമുക്ക് കോളേജിൻ്റെ നമ്മൾ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന രജിസ്ട്രേഷൻ കൗണ്ടർ വഴിയും നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കും.
ഇതിൻ്റെ ഈ തൊഴിൽമേളയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ സാധാരണ ജോബ് ഫെയറുകൾ നടക്കുമ്പം അത് പെയ്ഡായിട്ടാണ് നടക്കുക. ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു ഇടപാടും നടത്താതെ തികച്ചും സൗജന്യമായിട്ടാണ് തൊഴിൽമേള നടക്കുന്നത്. അതോടൊപ്പം തന്നെ തൊഴിൽമേളയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും തൊഴിൽമേളയ്ക്ക് ശേഷമുള്ള സർവീസും അവർക്ക് അതിന് ശേഷവും പ്ലേസ്മെൻറ്റിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ, ജിടെക് മാർക്കറ്റിംഗ് മാനേജർ അൻവർ സാദിഖ്, ബ്ലസൻ സാംസൺ, മെബിൻ ഫിലിപ്പ്, രവികുമാർ പി, വൃന്ദ എം കെ, ഡോക്ടർ അബ്ദുൾ ഭാരി നാലകത്ത്, സേതുമാധവൻ കെ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഒരു ഇടവേള കൂടി. മറ്റു വാർത്തകൾ. ആനമങ്ങാട് പാറലിൽ കിഡ്നി രോഗനിർണയ ക്യാമ്പും ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു. പാറൽ കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റിയും പാറൽ റിലീഫ് സെൻ്ററും പാലിയേറ്റീവ് യൂണിറ്റും ചേർന്ന് കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെൻ്ററുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ കിഡ്നി രോഗനിർണയ ക്യാമ്പും ബോധവൽക്കരണ പരിപാടിയും ഉദ്ഘാടനം ചെയ്തു. കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് VK ഹംസ അധ്യക്ഷത വഹിച്ചു. ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെൻ്റർ ഡയറക്ടർമാരായ മൂസ ഫൗലദ്, രായിൻ നീരാട് എന്നിവർ ക്ലാസ് നയിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം CH ഹമീദ്, PK യൂനുസ് ഹാജി, KK യൂസഫ് കുട്ടി, KK അബ്ദുൾ സലാം, TP സജ്ജാദ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രദേശത്തെ 200ഓളം പേർ രോഗനിർണയ ക്യാമ്പിൽ പങ്കെടുത്തു. VK ഈസ, PK ഉസൈൻ, V യൂസഫ്, CK മജീദ്, EP സാലി, K സൈദലവി, PK അബൂബക്കർ, CK ഹസൈനാർ, M രവീന്ദ്രമോഹൻ, TK ഹിബത്തുള്ള, KK ഉമ്മർ ഫാറൂഖ്, CP അൻവർ ഹുസൈൻ പാറൽ എന്നിവർ നേതൃത്വം നൽകി. പെരിന്തൽമണ്ണ SNDP കോളേജ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സപ്തദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. തണൽ എന്ന പേരിൽ കുന്നക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്യാമ്പ് നടന്നത്. ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C സുകുമാരൻ സപ്തദിന സഹവാസ ക്യാമ്പിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിൽ നടത്തിയ ആദരായണത്തിൽ SNDP കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PK ജഗന്നാഥൻ പാറക്കോട്ടിൽ ഉണ്ണിയെ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ MR മനോജ്, അംഗങ്ങളായ സൽമ കുന്നക്കാവ്, K വിജയലക്ഷ്മി, സ്കൂൾ പ്രധാനാധ്യാപിക KK ജയ, PTA പ്രസിഡന്റ് മാണിക്കൻ ഇബ്രാഹിം, കോളേജ് വൈസ് പ്രിൻസിപ്പാൾ PK സുജീഷ്, സീനിയർ അധ്യാപകൻ പ്രൊഫസർ മുഹമ്മദ് മുസ്തഫ, പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ K അജിത്, PP പ്രമീഷ്, MS വിഷ്ണു, കോളേജ് യൂണിയൻ ചെയർമാൻ C സൂരജ്, വളണ്ടിയർ ലീഡർമാരായ V ദേവിക, മഹ്ഫൂദ് S എന്നിവർ സംസാരിച്ചു. മാലിന്യമുക്ത നാളേക്കായി യുവകേരളം എന്ന ലക്ഷ്യവുമായി ഏലംകുളം ഗ്രാമപഞ്ചായത്തുമായി സഹകരിച്ച് സ്നേഹാരാമം പദ്ധതി നടപ്പിലാക്കി. ലഹരിമുക്ത ആരോഗ്യ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ്, റാലികൾ, വ്യക്തിത്വ വികസന ക്ലാസുകൾ, കലാസാംസ്കാരിക അരങ്ങുകൾ തുടങ്ങിയ പരിപാടികൾ ക്യാമ്പിന്റെ ഭാഗമായി നടന്നു. നാടകങ്ങളും കലാപരിപാടികളും അവതരിപ്പിച്ചു. അലുക്കാസ് 25ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച നറുക്കെടുപ്പിലെ ആദ്യ വിജയികളായ 15 പേർക്ക് സമ്മാനമായ സ്വർണ്ണ നാണയങ്ങൾ വിതരണം ചെയ്തു. പാലക്കാട് പോൾ ആലുക്കാസിൽ വെച്ച് നടന്ന ചടങ്ങിൽ മാനേജിംഗ് പാർട്ണർ വിനു പോൾ ആലുക്ക വിജയികൾക്ക് സ്വർണ്ണ നാണയങ്ങൾ സമ്മാനിച്ചു. 25ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി 25 പവൻ സ്വർണ്ണ നാണയങ്ങളാണ് പോൾ ആലുക്കാസ് നറുക്കെടുപ്പിലൂടെ നൽകുന്നത്. കൂടാതെ എല്ലാ പർച്ചേസുകൾക്കും പട്ടുസാരികൾ ഉൾപ്പെടെ നിരവധി ഉറപ്പായ സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. വാണിയംകുളം കോതയൂരിൽ തെരുവുനായ ആക്രമം. 100ലധികം വളർത്തുകോഴികളെ തെരുവുനായ്ക്കൾ കടിച്ചുകൊന്നു. 4 മാസമായി പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമെന്ന് നാട്ടുകാർ. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയെ സർക്കാർ അവഗണിക്കുന്നത് ഖേദകരമെന്ന് നജീബ് കാന്തപുരം MLA. ആശുപത്രിയുടെ വികസനത്തിന് 106.78 ലക്ഷം രൂപയുടെ മാസ്റ്റർ പ്ലാൻ MLA പ്രകാശനം ചെയ്തു. കുമരമ്പത്തൂർ പഞ്ചായത്ത് ഭരണം ഇനി കോൺഗ്രസിന്. രാജൻ ആമ്പാടത്തിനെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. പ്രസിഡന്റ് മാറ്റം UDF ധാരണാപ്രകാരം. അലനല്ലൂർ കൂമഞ്ചിറ തിരുവിഴാംകുന്ന് റോഡ് നവീകരണത്തിന് 1.5 കോടി രൂപ ബജറ്റ് ഫണ്ടിൽ നിന്നും വകയിരുത്തിയതായി N ഷംസുദ്ദീൻ MLA. പഞ്ചായത്തിൽ പൂർത്തീകരിച്ച വിവിധ പദ്ധതികൾ MLA ഉദ്ഘാടനം ചെയ്തു. ആനമങ്ങാട് മണലായ ഭാഗങ്ങളിൽ തോട്ടങ്ങളിൽ നിന്ന് അടയ്ക്ക മോഷ്ടിച്ച യുവാക്കൾ അറസ്റ്റിൽ. നാട്ടുകാരായ 3 യുവാക്കളാണ് പെരിന്തൽമണ്ണ പോലീസിന്റെ പിടിയിലായത്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.